ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടിപൊളി അപ്പം തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയും ദോശയൊക്കെ തയ്യാറാക്കലുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് ആരെടുത്തിട്ടുള്ളൊരപ്പമാണ്. ഒരു വെള്ളപ്പത്തിൻ്റെയൊക്കെ പോലെ ഒരു അപ്പമാണ് കേട്ടത്. തീർച്ചയായും വീഡിയോ കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. അരക്കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ പാകത്തിന് ഏകദേശം ഒരു അരക്കപ്പോളം തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി ഏത് ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. പൊടി അടിയിൽ ഇങ്ങനെ കട്ടിയായിരിക്കും, അപ്പോൾ അതൊക്കെ ഒന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ചായിരിക്കും നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള മാവൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് കിട്ടാൻ. കൂടുതൽ കട്ടിയാവും ചെയ്യരുത്. ഇന്ന് ദോശമാവിൻ്റെ അത്ര ലൂസൊന്നും ആവണ്ട, അതിനേക്കാളും കുറച്ചൊക്കെ ഒരു കട്ടിയിലിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അപ്പം ചേർത്താലും കുഴപ്പമില്ല. നമ്മുടെ അപ്പത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പക്കാരം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഈ മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇനി അപ്പം തയ്യാറാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഹോൾസൊക്കെ വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ട് ഹോൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മളിത് അടച്ചു വെക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ അപ്പം ചുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഹോൾസുകൾ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇത് കുക്ക് ചെയ്യാനും കൂടുതൽ ടൈമൊന്നും വേണ്ട, കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇത് നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ അത്രയുള്ള മുഴുവനായിട്ട് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഗോതമ്പപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. തീർച്ചയായും ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.